സജു ചാമക്കാലിൽ കൊച്ചിയിൽ നിന്ന്. സജുവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങൾ ഓരോ വോട്ടും നിർണായകം. അതുകൊണ്ട് നിശബ്ദ പ്രചരണ ദിവസവും ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥികൾക്കോ മുന്നണികൾക്കോ നിശബ്ദമായിരിക്കാൻ കഴിയില്ല. അവർ വോട്ടുറപ്പിക്കുന്ന തിരക്കിൽ തന്നെയായിരിക്കും. രണ്ട്, പ്രളയം ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടാക്കിയ ജില്ല കൂടിയാണല്ലോ എറണാകുളം. ഏറ്റവും ഒടുവിലെ പ്രളയ അഴിമതി ആരോപണം ഏത് രീതിയിൽ ജില്ലയിൽ ചർച്ചയാവുന്നു സജു? കാശ്മീർ തീർച്ചയായിട്ടും വലിയ തോതിൽ മുന്നണികൾ ഒരു മേൽക്കൈ വെച്ച് പുലർത്തുന്ന ആണ് മധ്യ കേരളത്തിലെ പ്രധാന ജില്ലയായ എറണാകുളം. എന്തായാലും വലിയ തോതിൽ ഇരു മുന്നണികളും ആവേശം പകർന്നതിൽ കൊട്ടിക്കലാശം അവസാനിച്ചെങ്കിലും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ എറണാകുളം ജില്ലക്കാരാണ്. എന്തായാലും മധ്യ കേരളത്തിലെ പ്രധാന ജില്ല എന്ന നിലയിൽ യുഡിഎഫിന് മേൽക്കെയുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. തന്നെയും നമുക്കറിയാം 9-5 എന്നാണ് ഇപ്പോൾ നിലവിലെ സീറ്റ് നില. 2021 2016 ഈ ഒരു സീറ്റ് നില ഇത് തന്നെയായിരുന്നു. 9-5, അതായത് 9 സീറ്റുകൾ UDF-ഉം 5 സീറ്റുകൾ LDF-ഉം ആയിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ UDF പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 10 മുതൽ 13 സീറ്റുകൾ വരെ അല്ലെങ്കിൽ ഫുൾ സ്വീപ്പും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDF മുൻപോട്ട് വെക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത് കാസർഗോഡ് മുതൽ എറണാകുളം വരെ എത്തുമ്പോൾ തന്നെ UDF അവരുടെ കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് അദ്ദേഹം ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്തായാലും വലിയ തോതിൽ മുന്നണികൾ ആത്മവിശ്വാസം വെക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള വലിയ രീതിയിൽ ചർച്ചയായിരിക്കണം. ഏറ്റവും ഒടുവിലത്തെ ഘട്ടം, പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ LDF ആരോപണമായിരുന്നു. വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ UDF-നെതിരെ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിരുന്നു ഈ കണക്കുകളടക്കം നിരത്തി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ന്യായമുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് LDF മുൻപോട്ട് വെച്ച ആശയങ്ങളും UDF മുൻപോട്ട് വെച്ച ആശയങ്ങളും എന്താണ് ജനം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിൽ കുറിച്ചിരിക്കുകയാണ്. നാളെയാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. എന്തായാലും അതിവാശിയേറിയ പോരാട്ടം നടക്കുന്ന മധ്യ കേരളത്തിലെ 5 ജില്ലകളിൽ ഏറ്റവും പ്രധാനം, അതായത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഈ 3 ജില്ലകളിലും കൂടി 39 സീറ്റുകളാണ്. ഈ 39 സീറ്റുകൾ ഏറെ നിർണായകമാണ്. ഈ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്നവരായിരിക്കും അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം തൃശ്ശൂരിലെയും പാലക്കാടിലെയും സ്ഥിതി UDF വളരെ മോശം സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലാണെങ്കിൽ 2 സീറ്റുകൾ മാത്രമാണ് UDF-നുള്ളത്. അത് ഒരു 8-9 എത്തിക്കണം. അതോടൊപ്പം തന്നെ എറണാകുളത്തെ 9 സീറ്റിൽ നിന്ന് അതൊരു 12 മുകളിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ പാലക്കാട് 5 മുകളിലേക്ക് എത്തിക്കണം. അത്തരത്തിൽ വലിയൊരു കടമ്പ തന്നെ UDF-ന് മുൻപിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.